ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഞാനും ഉണ്ടാക്കി മക്കളെ ആ വൈറൽ റെസിപ്പി, നമ്മുടെ പേളി മാണി ഉണ്ടാക്കിയ ആ വൈറൽ മുട്ട ചുരുട്ട് കറി ഞാനും ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പേളി മാണി പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ ആ ചൂട് കറിയും തൈരും ഒഴിച്ച് കൂട്ടി അടിച്ച അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തോരൻ പരിപ്പ് നല്ലതുപോലെ കഴുകി ഇട്ട് കൊടുക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും, ഒരു തക്കാളി അരിഞ്ഞതും, 2 പച്ചമുളക് അരിഞ്ഞതും, ആവശ്യത്തിന് ഉപ്പും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 കപ്പ് വെള്ളവും ചേർത്ത് നല്ലവണ്ണം ഇളക്കി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ കേൾപ്പിച്ചാൽ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കിട്ടും. ഈ ഒരു ടൈമിൽ നമുക്കൊരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും, 1/2 ടീസ്പൂൺ കുരുമുളകും, ഒരു 4-5 കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് വാടി വരട്ടെ. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളിയും, ഒരു 4 വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് പട്ടയുടെയൊക്കെ ടേസ്റ്റ് അത്ര കണ്ട് ഇഷ്ടമല്ലെങ്കിൽ ചെറിയ കഷ്ണം പട്ടയും കുറച്ച് പെരിഞ്ചീരകവും ചേർത്താൽ മതി. അപ്പോൾ അത് തേങ്ങയുടെയൊക്കെ ഇവിടെ നല്ലപോലെ വറണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് പച്ചമണമൊക്കെ മാറി വന്ന ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും, ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം. നമ്മൾ സാധാ മുട്ട പൊരിച്ചെടുക്കത്തില്ലേ, അതുപോലെ പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ നന്നായി ചൂടായി വന്ന ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുട്ട അധികം വണ്ണത്തിന് ഒഴിക്കേണ്ട കേട്ടോ. ഞാനിവിടെ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പം ചെറിയൊരു രീതിയിൽ ഒഴിച്ചാൽ മതി. ഇവിടെ മറിച്ചിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നല്ലതുപോലെ 2 വശവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റിയ ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇത് റോൾ ചെയ്തെടുത്ത ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ മുട്ട പൊരിച്ചപ്പോൾ കട്ടി കൂടിപ്പോയത് കൊണ്ടാണ് ഇതൊന്ന് ചുരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായത് കേട്ടോ. അപ്പോൾ ഒന്ന് കട്ടി കുറച്ച് മുട്ട പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല റോളായിട്ട് ഇത് കിട്ടും. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയും പരിപ്പും എല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വറുത്ത തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ആവശ്യമായ കറിയുടെ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിക്കാം. പരിപ്പും അരപ്പും ഒക്കെ നല്ലോണം ഒന്ന് മിക്സായി വരട്ടെ. അതിനായിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്കിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ 3 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് കൂടി താളിച്ചൊഴിക്കണം. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. എനിക്ക് ലേശം ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുകും ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ അടിപൊളി മുട്ടച്ചുരുട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ ചൂട് ചോറിലേക്ക് ഈ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്കൊപ്പം കൂടെയൊക്കെ ഇതൊരു കോംബോ ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് കൂടി അറിയിക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.